കാലം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഇടയാക്കുന്നവന്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. ഈ പകൽക്കാലം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന പകൽക്കാലമായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 17-ാം അധ്യായം അതിന്റെ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് ശബ്ദമുയർത്തി വായിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരാം. അവർ പുരുഷാരത്തിന്റെ അടുക്കൽ വന്നാറെ ഒരു മനുഷ്യൻ വന്ന് അവന്റെ മുമ്പാകെ മുട്ടുകുത്തി, കർത്താവേ, എന്റെ മകനോട് കരുണ ഉണ്ടാകണമേ. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീരും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. ഞാൻ അവനെ എന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്ന്, നിങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകില്ല. എങ്കിലും ഈ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം കേൾപ്പിക്കപ്പെട്ട വചനങ്ങൾക്ക് മുമ്പിൽ ദൈവമേ, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരാം. ഹല്ലേലൂയ. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയുമില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നമുക്കറിയാം, ഒരു വ്യക്തി യേശുവിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തിയിട്ട് യേശുവിനോട് ചില വിവരങ്ങൾ അറിയിക്കുകയാണ്. അവൻ പറയുന്നത്, കർത്താവേ, എന്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലുമൊക്കെ വീണ് വല്ലാതെ കഷ്ടത്തിലായി പോകുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടയുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. യേശു ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി. ബാലനാ നാഴിക മുതൽ സൗഖ്യം വന്നു. തന്റെ മകനെ കുറിച്ച് ഭാരത്തോടെ, നിരാശയോടെ, വേദനയോടെ ആയിരിക്കുന്ന ഒരപ്പൻ ചന്ദ്രരോഗം ബാധിച്ച് തീയിലും വെള്ളത്തിലും ഒക്കെയും വീണ് ഓരോ ദിവസവും ഭയത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം. ഒരു മക്കൾക്ക് രോഗം വരുമ്പോൾ അവരുടെ മാതാപിതാക്കന്മാർക്കുണ്ടാകുന്ന ഒരു വേദനയൊന്ന് അനുഭവിച്ച് അറിഞ്ഞവർക്കറിയാം. ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, വളരെയധികം നിരാശപ്പെടുവാനിടയായിത്തീരും, ഭാരപ്പെടുവാനിടയായിത്തീരും. കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ സകല പ്രതീക്ഷകളും അസ്തമിച്ച് യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ഈ ബാലനെ കൊണ്ട് ഈ പിതാവ് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നമുക്ക് കാണുവാൻ കഴിയും, ശിഷ്യന്മാർ ഹല്ലേലൂയ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ശ്രമിക്കുകയും ചെയ്തുവെങ്കിലും അവനുള്ള ഭൂതത്തെ ആമേൻ ഹല്ലേലൂയ പുറത്താക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ആമേൻ. യേശു അവന്റെ ഭൂതത്തെ സൗഖ്യമാക്കിയപ്പോൾ, പുറത്താക്കി അവനെ സൗഖ്യത്തോടെ പറഞ്ഞേക്കും ഇടയെ തീർന്നപ്പോൾ,
യേശുവിന്റെ ശിഷ്യന്മാര് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണമണിയെ തീർന്നു. അതാ അതിന്റെ 19-ാം വാക്യം. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്നു, ഞങ്ങൾ അതിനെ പുറത്താക്കി കൂടാതിരുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവരുടെ ഒരു സംശയമാണ്. യേശുവിന്റെ കൂടെ നടക്കുന്ന ഞങ്ങൾക്ക് ഇത് ചെയ്യുവാൻ കഴിയാതിരുന്നത് എന്ത്? യേശു ഒറ്റ ആൻസർ പറയുവാൻ തക്കവണ്ണമണിയെ തീർന്നു. എന്തെന്നറിയാമോ? അവൻ അവരോട്, നിങ്ങളുടെ അല്പ വിശ്വാസമത്രേ, ഇത് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ അതിനടുവിൽ ഒരു ദൈവപ്രവൃത്തി കാണുവാൻ കഴിയാതിരുന്നതെന്ന് യേശു കർത്താവ് ശിഷ്യന്മാരോട് വ്യക്തമായി പറയുവാൻ തക്കവണ്ണമണിയെ തീർന്നു. ഇന്ന് പകൽക്കാലം പല ദൈവ പ്രവർത്തികൾക്കും, പല ദൈവിക നന്മകൾക്കും, പല ദൈവിക വിടുതലുകൾക്കും തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ അടുത്ത് കടന്നു വരികയാ. എന്നെ ഒന്ന് വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ഒരു പകൽക്കാലമായി, വിശ്വാസത്തിൽ എന്നെ ശക്തീകരിക്കുന്ന പകൽക്കാലമായി, വിശ്വാസത്തിൽ എന്നെ ബലപ്പെടുത്തുന്ന ഒരു പകൽക്കാലമായി ഇന്ന് പകൽക്കാലം തീരണമേ എന്ന് ദൈവം നമുക്ക് പ്രാർത്ഥിക്കും വേണ്ടിയേ തീരാം. പിന്നെ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന കാര്യമാണ് 21-ാം വാക്യം. നിങ്ങൾ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, വിശ്വാസത്തെ എവിടെ കടുകുമണിയോട് ഉപയോഗിച്ചിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിലേക്ക് പോകാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കടുകുമണിയുടെ അത്രയും പോലും വിശ്വാസമില്ല എന്ന് വെളിപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു ഈ സംഭവം നമുക്ക് കാണുവാൻ കഴിയും. ഈ അല്പവിശ്വാസത്തെക്കാളും വലിയ വിശ്വാസമായി കടുകുമണിയെ കാണിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ കടുകുമണി നമുക്ക് കാണുവാൻ പോലും കഴിയത്തില്ല. കൈവെള്ളയിലെടുത്താൽ ഈ കൈവെള്ളയിൽ നിന്ന് താഴെ പോകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ വളരെ ഏറ്റവും ചെറിയ വിത്ത്, ഹല്ലേലൂയ. എന്നാൽ ആ അത്രത്തോളം വിശ്വാസം, ആ അളവിലുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുകയാണെങ്കിൽ, എല്ലാ അവിശ്വാസത്തിന്റെ കോട്ടകളെയും തകർത്തെറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ നാം മുന്നേറുവാൻ തയ്യാറാണെങ്കിൽ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറകളിൽ ദൈവം വെളിപ്പെടുത്തുവാൻ ശക്തനായ ദൈവമാണ്. ഈ തിമോത്തിയോസിനെ കുറിച്ചൊക്കെയും പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അവിടെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിന്നിലുള്ള നിർവ്യാജ വിശ്വാസം. തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, 2-ാം അധ്യായം, 2 തിമോത്തിയോസ് 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാൻ വേണ്ടി എത്തിരാം. 2 തിമോത്തിയോസ് 1-ന്റെ 4-ാം വാക്യം. ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയുടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവാച വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ആരാധനയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്താണ് ആരാധന? ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോട് ആരാധിക്കുന്ന ദൈവത്തിന്. അപ്പൊ ആരാധന എങ്ങനെ ആയിരിക്കണം? നിർമ്മല മനസ്സോടുകൂടെ ദൈവത്തെ ആരാധിക്കണമെന്ന്. നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണമെന്ന്. അങ്ങനെയുള്ള ആരാധനയാ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം പ്രസാദിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്. ഉള്ള വക്രതയും കോട്ടയും കളങ്കവും ചുളുക്കവും എല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഇവിടെ എന്നിട്ട് പറയുന്നത്, ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. അപ്പൊ എപ്രകാരമുള്ള ഒരു വിശ്വാസമാണ്? നിർവ്യാജ വിശ്വാസം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ അളവുകളുണ്ട്, വിശ്വാസത്തിന്റെ പടികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമേ, ആ ഒരു അവസ്ഥയിൽ എന്നെ ഒന്ന് കൊണ്ടുവരുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്ന് തയ്യാറാണെങ്കിൽ, ഇന്നത്തെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തി
നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ശക്തനായ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടെ അടുത്ത വാക്യം കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ആ വിശ്വാസം നിന്റെ വലിയമ്മ ലോവീസിലും, പ്രൈസ് ദി ലോർഡ്, നിന്റെ വല്യമ്മയുണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ്, അമ്മയുടെ അമ്മയുണ്ടല്ലോ, ആ ലോവീസിലും, പ്രൈസ് ദി ലോർഡ്, അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു സാക്ഷ്യം ലഭിച്ച തിമോത്തിയോസ് അല്ലെ മാതാപിതാക്കളിൽ നിന്ന് ആ വിശ്വാസത്തിന്റെ അനുഭവങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവനും ആ വിനിർവാച വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നതുപോലെ ദൈവസന്നിധിയിൽ നാം അറിഞ്ഞ വിശ്വാസത്തിൽ ബലപ്പെടുവാൻ, ഉറച്ചു നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നത്. അതിന്റെ 3-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 3-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കുവീൻ, നോക്കുവീൻ. നമ്മൾ ചിന്തിക്കുന്ന അവിശ്വാസം, ഇവിടെ പൗലോസ് പറയുകയാണ്, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ഉണ്ടാകാതിരിക്കുവാൻ നോക്കുവീൻ. ദൈവത്തിന്റെ സന്നിധിയിൽ അവിശ്വാസം കൊണ്ടുവരുന്ന ആരാണെന്ന് മനസ്സിലാക്കണം. നിന്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്നത് ആരാണെന്ന് മനസ്സിലാക്കണം. അതിനെ ജയിക്കുവാൻ തക്കവണ്ണം ആ ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കുവാൻ ദൈവമേ എന്നെ സഹായിക്കണമെന്ന പ്രാർത്ഥനയിൽ പോരാടി പ്രാർത്ഥിക്കുവാനേ തീരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലെ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാ നിന്നെ തകർന്നു പോകരുടെ ഏറ്റിരുന്നത്, ഉടഞ്ഞു പോകരുടെ ഏറ്റിരുന്നത്, ക്ഷീണിച്ചു പോകരുടെ ഏറ്റിരുന്നത്, അല്ല മടുത്തു പോകരുടെ ഏറ്റിരുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തിൽ ശക്തിപ്പെടുന്ന പകൽക്കാലമായി, വിശ്വാസത്തിൽ ബലപ്പെടുന്ന പകൽക്കാലമായി, വിശ്വാസത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന പകൽക്കാലമായി എന്റെ ജീവിതത്തെ തീർക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനേ തീരാം. ആമേൻ. ഇവിടെ പറയുന്നത്, നിങ്ങളിൽ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കുവിൻ, നോക്കുവിൻ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ ഞാൻ ക്രിസ്തുവിൽ പങ്കാളിയായി തീർന്നിരിക്കുന്നുവല്ലോ. ആദ്യ വിശ്വാസം ഇറങ്ങിത്തിരിച്ച ഈ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച അനുഭവത്തിൽ ഉണ്ടായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നല്ലോ. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച എന്റെ കർത്താവിനെ നടത്തും, എന്റെ കർത്താവിനെ വഴി നടത്തും, അത്ഭുതങ്ങളെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, അടയാളങ്ങളെ എനിക്ക് വേണ്ടി ചെയ്യുമെന്നൊക്കെയും അല്ലയോ വിശ്വസിച്ചൊരു വിശ്വാസമുണ്ടല്ലോ. ഇന്നും ആ ദൈവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. നമ്മുടെ വിശ്വാസത്തിന് മാറ്റം വന്നിട്ടുള്ളത്, നമ്മുടെ വിശ്വാസത്തിന് കുറവ് വന്നിട്ടുള്ളത്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഒരു കാര്യം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദുഷ്ടഹൃദയം മാറ്റി വിശ്വാസത്തിൽ ബലപ്പെട്ട് കർത്താവിനെ സേവിച്ച് ആരാധിച്ച് അന്ത്യത്തോളം നിലനിൽക്കുവാൻ, നിത്യതയ്ക്ക് അവകാശിയായി തീരുവാൻ ദൈവമേ എന്നെ ഒരുക്കണമേ. നാം വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തില് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും, ഈ വിശ്വാസത്തെ കടുകുമണിയോട് സാദൃശ്യപ്പെടുത്തി കർത്താവായ യേശുക്രിസ്തു പറയുവാൻ തക്കവണ്ണം ഏറ്റിരിക്കുകയാണ്. കടുകുമണിയുടെ വലിപ്പം നമുക്കറിയാം. 1 മില്ലിമീറ്റർ അല്ല, മാക്സിമം 2 മില്ലിമീറ്ററിനകത്ത് വലിപ്പമുള്ള കടുകുമണി. കാഴ്ചയിലൊക്കെയും തീരെ ചെറിയതാണ്. നാം കടുകുമണിയെ കുറിച്ചൊക്കെയും ചിന്തിച്ചു കഴിയുമ്പോൾ ബ്ലാക്ക് കളറിലുള്ളതും ബ്രൗൺ കളറിലുള്ളതും വൈറ്റ് കളറിലുള്ളതും ഒക്കെയുള്ള അല്ലെ കടുകുമണികളുണ്ട്. വിവിധ രാജ്യത്ത് അല്ലിയ വ്യത്യസ്തമായ നിലകളിൽ വളരുന്ന കടുകുമണികൾ. കടുകുമണിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതിനെ ഒന്ന് ഞാൻ പറഞ്ഞ ദൈവസന്നിധിയിൽ ഈ മെസ്സേജ് അവസാനിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്.
ഈ കടുകുമണിയെ എടുത്ത് നാം ഒന്ന് മുറിച്ചു നോക്കണം. ഇതുവരെ ആരും കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നൊന്ന് കട്ട് ചെയ്ത് നോക്കണം. കടുകുമണി, ആ കടുകണി മണിയുടെ അല്ലെ അകം മൊത്തം ഫുൾഫില്ലായിട്ട് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. ഒരു ഗ്യാപ്പ് പോലും ഇല്ല. അമേൻ, ഹല്ലേലൂയ. ഒരു നിറവിന്റെ അവസ്ഥയാണ്. ഇതുപോലെ ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവരിൽ വിശ്വാസത്തിൽ നിറമുള്ളവരായിരിക്കണം, ബലപ്പെട്ടവരായിരിക്കണം, ശക്തിപ്പെട്ടവരായിരിക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ കടുകുമണിയെ പോലെ അകം നിറയപ്പെട്ടവരായിട്ട് ദൈവവചനത്താൽ, പ്രാർത്ഥനയാൽ, ദൈവകൃപകളാൽ, ദൈവവരങ്ങളാൽ നിറയപ്പെടുവാനേ തീർന്നു കഴിഞ്ഞാൽ ഒരു ശക്തിക്കും, ഒരു തന്ത്രങ്ങൾക്കും, ഒരു മന്ത്രങ്ങൾക്കും, ഒരു ആഭിചാരകന്മാർക്കും നിന്നെ തൊടുവാൻ കഴിയത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. വളരെ ചെറുതാ, വലിപ്പത്തിൽ വളരെ ചെറുതാ. പക്ഷേ ഇന്ന് പകൽക്കാലം നിറപ്പെട്ട അവസ്ഥയിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുവരുമാറാകണമേ. ഹല്ലേലൂയ. അവിശ്വാസം എന്നെ തകർത്ത് കളയുവാൻ തീർക്കുമ്പോൾ ഹല്ലേലൂയ, എന്റെ ഉള്ളിൽ വിശ്വാസത്താൽ നിറയപ്പെട്ടൊരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ദൈവമേ എന്നെ ഒരുക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഒരു ദൈവ പൈതലിന്റെ ജീവിതം എപ്പോഴും ഇങ്ങനെ നിറയപ്പെട്ടൊരു ജീവിതമായി തീരണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ ഇച്ചിരി ഗ്യാപ്പ് കൊടുക്കുമ്പോഴാ ശത്രു അവിടെ കയറി പ്രവർത്തിക്കുവാൻ ഏറ്റിരുന്നത്. ഇച്ചിരി അവസരം കൊടുക്കുമ്പോഴാ അല്ല പിശാച് അവിടെ കയറി അല്ല പ്രവർത്തിക്കുവാൻ ഏറ്റിരുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനത്താൽ നിറയപ്പെട്ടവനായി നാം തീരുകയാണെങ്കിൽ വചനത്താൽ ശത്രുവിന്റെ സകല ശക്തികളെ ജയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ നമ്മളുമേ വ്യാപരിക്കും. യാക്കോബിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം യാക്കോബ് 2:26. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. അവിടെ പറയുകയാണ്, ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു. അവിടെ അതിന്റെ ഇംഗ്ലീഷ് പറയുന്നത്, for as the body without the spirit is dead, so faith without work is dead also. Praise the Lord. Hallelujah. ആത്മാവില്ലാത്തൊരു ശരീരം എപ്രകാരമാണ്? ഒരു ശവം, ബോഡി കിടക്കുന്നത് പോലെ. ആ ബോഡിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒരുവനിൽ നിന്ന് ആത്മാവ് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ബോഡിയായി തീരും, അവൻ ശരീരമായി തീരും. ആ ബോഡിക്ക് ഒരു അനക്കമോ ഒരു മൂവ്മെന്റോ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഇതുപോലെ ഹല്ലേലൂയ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് നിർജീവമാ, അത് ശക്തിഹീനമാ, ബലഹീനമാ. ഇന്ന് പകൽക്കാലം വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ നിന്റെ വിശ്വാസം വെളിപ്പെടുവാൻ തീരും. നിന്റെ കഷ്ടതകളുടെ നടുവിൽ നിന്റെ വിശ്വാസം വെളിപ്പെടുവാൻ തീരും. നിന്റെ ബുദ്ധിമുട്ടുകൾക്ക് നടുവിൽ നിന്റെ വിശ്വാസം വെളിപ്പെടുവാൻ തീരും. പ്രവർത്തികളുടെയുള്ള വിശ്വാസം നിർജീവമായി പോകുവാൻ തീരുക. ഇന്ന് പകൽക്കാലം വിശ്വാസത്തെ കുറിച്ച് ഒത്തിരി പറയുവാൻ കഴിയുന്നതല്ല, അത് ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആമേൻ. അതുകൊണ്ടാണ് അതിന്റെ ഹല്ലേലൂയ യാക്കോബിന്റെ ലേഖനം 2:21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞത് ആത്മാവില്ലാത്തൊരു ശരീരം പോലെ പ്രവൃത്തിയില്ല വിശ്വാസം കൊണ്ട് നമ്മൾ നടക്കരുത്. ഒരു ദൈവ പൈതൽ ജീവിക്കരുത്. നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, അത് പ്രവർത്തിക്കുവാൻ എന്റെ ദൈവശക്തനാണെന്ന് വിശ്വസിക്കുവാനേ തീരണം. എന്നിട്ട് അബ്രഹാമിനെ കുറിച്ച് അത് താഴോട്ട് പറയുന്നുണ്ട്. 21-ാം വാക്യം
നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ അർപ്പിച്ചിട്ട് പ്രവർത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമിനറിയാം എന്റെ ദൈവം ആരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സകല ഗോളങ്ങളെയും സകല അഖിലാണ്ടത്തെയും സൃഷ്ടിച്ച ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ എന്റെ ദൈവം ആരാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇനിയെ തീരണം. അതിന്റെ 22-ാം വാക്യത്തിൽ കടന്നത് അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനറിയാം ഞാൻ ഇവനെ യാഗം കഴിച്ചാലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ യാഗത്തിന്റെ ചാരത്തിൽ നിന്ന് എനിക്ക് വേണ്ടി ഒരു മകനെ ഉളവാക്കി തരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാ ഞാൻ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥാനങ്ങളിന്മേൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം. Glory to God. അതുകൊണ്ട് 23-ാം വാക്യത്തിൽ വരുമ്പോൾ അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തുള്ള എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേര് പ്രാപിച്ചു. അവിടെ പറയുന്നത് അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവർത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. നമ്മളെങ്ങനെയാ രക്ഷിക്കപ്പെട്ടത്? നമ്മളെങ്ങനെയാ സ്നാനപ്പെട്ടത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കർത്താവിനെ കണ്ടുകൊണ്ടാണോ? ഹല്ലേലൂയ. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്താൽ പ്രൈസ് ദി ലോർഡ് അവൻ എന്റെ രക്ഷകൻ, അവൻ എന്റെ പാപങ്ങൾക്ക് വേണ്ടി, എന്റെ ശാപങ്ങൾക്ക് വേണ്ടി, എന്റെ രോഗങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിന്മേൽ എനിക്ക് യാഗമായി എന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം രക്തം നൽകി വീണ്ടെടുത്ത ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് എന്റെ കർത്താവ് നിശ്ചിതമായി സ്വീകരിക്കുവാൻ എത്തുന്നത് എന്താ? വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം എന്നറിയാമോ? വിശ്വാസത്തിൽ നമ്മൾ നിറവുള്ളവരായി തീരണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നാം നിറയപ്പെടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഹല്ലേലൂയ. റോമാലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം ഇപ്രകാരം പറയുന്നത്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ആകയാൽ വിശ്വാസം കേൾവിയാൽ കേൾവി ദൈവത്തിന്റെ വചനത്താൽ വരുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവവചനത്താലുള്ള കേൾവിയുണ്ടല്ലോ, കർത്താവിനെ കുറിച്ച് അറിവുണ്ടല്ലോ, കർത്താവിൽ അത് വിശ്വാസം നിന്നെ വർദ്ധിപ്പിക്കുവാൻ തീരും. ഒരിക്കലും യേശുവിനെ കണ്ടിട്ടില്ലാത്തൊരു ബർത്തലോമായി കുരുടൻ ജീവിതത്തിൽ കണ്ണു തുറന്ന് ഇതുവരെ കണ്ടിട്ടില്ല പുറംലോകം. ഹല്ലേലൂയ. എന്നാൽ യേശു ആ വഴിയായിട്ട് നടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും അവനൊരു കേൾവി കേട്ടിട്ടുണ്ട്. യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നു, യേശു പാപികളെ രക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു എന്നുള്ള വാക്കുകൾ അവന്റെ കാതുകളിൽ കേൾക്കുവാൻ തീർന്നു. പ്രൈസ് ദി ലോർഡ്. യേശു വിടുവിക്കുന്ന ദൈവം, യേശു സൗഖ്യമാക്കുന്ന ദൈവം, പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവം. ഇങ്ങനെയുള്ള കേൾവി അവന്റെ ചെവിക്കകത്ത് കേൾക്കുവാനിടയേറ്റപ്പോൾ അവന്റെ ഒരു വിശ്വാസം കടന്നു വരുവാനിടയേറ്റു. ഈ യേശുവിനെ വിളിച്ചാൽ എന്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്തൊരു അത്ഭുത പ്രവൃത്തി കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടല്ലേ പുരുഷാരെല്ലാരും കൂടെ യേശുവിന്റെ കൂടെ കടന്നു പോകുമ്പോൾ ഇപ്രകാരം കുരുടൻ ഇപ്രകാരം നിലവിളിക്കുക, ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ. Glory to God.
പ്രൈസ് ദി ലോർഡ്. പുരുഷന്മാരെല്ലാം അവനോട് പറഞ്ഞു, നീ മിണ്ടാതിരിയടാ, നീ മിണ്ടാതിരിയടാ, നീ അനങ്ങാതിരിയടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയും. അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. കാരണം അവന്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ പുരുഷാരത്തിന് തടസ്സം വരുത്തുവാൻ കഴിയാത്ത ഒരു വിശ്വാസം അവന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. Glory to God. Praise the Lord. Praise the Lord. നിന്റെ വിഷയത്തിന് നടുവിൽ, നിന്റെ ആഗ്രഹങ്ങൾക്ക് നടുവിൽ ദൈവത്തോട് നീ നിലവിളിക്കുമ്പോൾ, ദൈവത്തോട് നീ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ പറയൂ, Praise the Lord, നീ എന്തിനു പ്രാർത്ഥിക്കുന്നു, നീ എന്തിനു ആരാധിക്കുന്നു, നീ എന്തിനിങ്ങനെ പ്രാർത്ഥനയ്ക്ക് കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് നിന്നെ നിരാശപ്പെടുത്തുവാൻ നോക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം നിന്നിലുള്ള വിശ്വാസത്താൽ, നിന്നിൽ നിറയപ്പെട്ട വിശ്വാസത്താൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ തയ്യാറാണെങ്കിൽ, നിലവിളിക്കുവാൻ തയ്യാറാണെങ്കിൽ, ദൈവം ഹല്ലേലൂയ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുത പ്രവർത്തികളാൽ നിന്നെ നിറയ്ക്കുവാൻ ശക്തനായ ദൈവമാണ്. പുരുഷാരം എത്രക്ക് അമർച്ച ചെയ്തിട്ടും ബർത്തലോമായ്ക്ക് ഒരു ഉറപ്പുണ്ട്. ആമേൻ. നിലവിളികൾക്ക് മുമ്പിൽ, പ്രൈസ് ദി ലോർഡ്, കരച്ചിലിന് മുമ്പിൽ, പ്രൈസ് ദി ലോർഡ്, നിൽക്കുന്ന ഒരുവനായ എൻ്റെ യേശു, കണ്ണുനീരിനെ വാർക്കുന്നവനായ യേശു, പ്രൈസ് ദി ലോർഡ്, മറ്റുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നവനായ യേശു, പ്രൈസ് ദി ലോർഡ്, കണ്ണുനീരിനെ ഒപ്പുന്ന നമ്മുടെ കർത്താവിന്റെ കരം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന എൻ്റെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് പാട്ടുകാരൻ പാടുന്നത്, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിന് സ്തോത്രം, ഇന്നും എന്നേക്കോ എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഇന്നും എന്നേക്കോ പെറ്റതള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന, പെറ്റതള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന ദൈവത്തിന് സ്തോത്രം, ഇന്നും എന്നേക്കോ എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഇന്നും എന്നേക്കോ രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന, രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തിനും ഇന്നും എന്നേക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. ആമേൻ. ആ ദൈവത്തിന് സ്തോത്രം പറയുവാൻ ഇന്ന് പകൽക്കാലം നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. രോഗത്തിന്റെ ശയ്യയാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ശയ്യയ്ക്കടുത്ത് കടന്നു വന്ന് നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. രോഗിയായിരിക്കുമ്പോൾ നിന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്. ഓ, ഇന്ന് പകൽക്കാലം ആ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഇപ്രകാരം പറയുന്നത്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുന്നതല്ല. ഹല്ലേലൂയ. 6-ാം വാക്യം ഒന്ന് വായിക്കണേ, തീരാം. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസം, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ആമേൻ. അന്നേരം അല്പവിശ്വാസം കൊണ്ടും, പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുമോ? ആമേൻ. നമ്മൾ മുമ്പ് കേട്ടു, അല്പവിശ്വാസം എന്ന് വെച്ചാൽ കടുകണിയുള്ള അത്ര പോലും വിശ്വാസമില്ലാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയുമോ? ഇവിടെ പറയുന്നത്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും, പ്രൈസ് ദി ലോർഡ്, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഹല്ലേലൂയ. വിശ്വാസ വീരന്മാരുടെ പട്ടിക, വിശ്വാസത്തിന്റെ പട്ടികയൊക്കെയും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. കടുകുമണിയുടെ അവസ്ഥ, മറ്റൊരു അവസ്ഥ എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 13, 31, 32 വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ മറ്റൊരു ഉപമ അവനവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സാദൃശ്യം. അതൊരു മനുഷ്യനെടുത്ത് തന്റെ വയലിലിട്ടു. അതെല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവുകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിക്കുവാൻ തക്കവണ്ണം വൃക്ഷമായി തീരുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എല്ലാ വിത്തിലും ചെറുതാണ്. എന്നാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇതിനെ
പ്രൈസ് ദി ലോർഡ് മണ്ണിലേക്ക് ഇട്ട് കഴിയുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഇത് ജീവനുള്ളതായി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അത് വളർന്ന മറ്റു സസ്യങ്ങളെക്കാട്ടി ഏറ്റവും വലുതായി തീരുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ കാഴ്ചയിൽ തീരെ ചെറുതാണ്. എന്നാൽ പ്രൈസ് ദി ലോർഡ് ഇതിനുള്ള ജീവൻ വ്യാപരിച്ചു കഴിയുമ്പോൾ ഇത് ഏറ്റവും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആകാശത്തിന്റെ പറവുകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിക്കുവാൻ തക്കവണ്ണം പ്രൈസ് ദി ലോർഡ് അത് വൃക്ഷമായി തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ 1 മില്ലിമീറ്റർ മാത്രമുള്ള ഈ വിത്ത് മനുഷ്യൻ പറയും നിന്നെ കൊണ്ട് ഒരു ഉപയോഗവുമില്ല, നിന്നെ കാഴ്ചയിൽ ചെറിയവനാ, നിന്നെ കാണാൻ സൗന്ദര്യമില്ല, നിനക്ക് നിറമില്ല, നിനക്ക് ഗുണമില്ല എന്നൊക്കെയും കടുകിനെ നോക്കി മറ്റുള്ളവർ വിധി എഴുതുമ്പോൾ കടുക് പറയും എന്നിൽ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഏത് പ്രതിസന്ധികളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പുറത്തു വന്ന് മറ്റുള്ള സസ്യങ്ങളെക്കാൾ ഏറ്റവും വലിയ സസ്യമായി തീരുവള്ളൊരു ദൈവകൃപ അല്ലെങ്കിൽ ദൈവ കഴിവ് എന്റെ മേൽ ദൈവം തന്നിട്ടുണ്ട് എന്ന് കടുക് പാടി പറയും. ഇതുപോലെ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നീ തളരുവണ്ടി എത്തിരാതെ, മറ്റുള്ളവരുടെ നോട്ടങ്ങൾക്ക് മുമ്പ് നീ തളരുവണ്ടി എത്തിരാതെ കടുക് പാടിയപ്പോൾ ഞാൻ ചെറിയവനായിരുന്നാലും എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി, എന്നിൽ വ്യാപരിക്കുന്ന വിശ്വാസം ഏത് പ്രതിസന്ധികളെയും ഏത് പ്രശ്നങ്ങളെയും ഏത് കഷ്ടതകളെയും ഏത് രോഗങ്ങളെയും അതിജീവിക്കുവാനുള്ള ദൈവകൃപ എന്റെ മേൽ ദൈവം പകർന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസം ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൽ കടന്നു വരട്ടെ. അതിനറിയാം ഞാൻ എത്ര ചെറുതായിരുന്നാലും എത്രമാത്രം ചെറുതായിരുന്നാലും അതിനൊരു വിശ്വാസമുണ്ട്. മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തുന്ന പോലെയല്ല നാം എന്ന് നാം വിശ്വസിക്കുവേണ്ടി ഏറ്റിരണം. മറ്റുള്ളവരെന്തും ചിന്തിച്ചോട്ട്, എന്റെ ഇന്നത്തെ അവസ്ഥ കണ്ട് മറ്റുള്ളവരെന്തും പറഞ്ഞോട്ട്, ഈ അവസ്ഥകളെ മാറ്റി പുതിയതിനെ പൊട്ടി പുറപ്പെടുവിക്കുവാൻ കഴിവുള്ളൊരു ദൈവം എന്റെ കൂടെയുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എത്ര ചെറുതായിരുന്നാലും എന്റെ ഉള്ളിൽ ഒരു ശക്തി ഉണ്ടെന്ന കടുകുമണി പറയുന്നത് പോലെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നിന്നെ എത്ര വലിയ മണ്ണിനകത്ത് ഒതുക്കാൻ നോക്കിയാലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ ലോകത്തെ ജയിക്കുന്ന ഒരു ശക്തി നിന്റെ മേലുണ്ട്. ഈ ലോകത്തെ ജയിക്കുന്ന ഒരു വിശ്വാസം നിന്റെ മേലുണ്ട്. പ്രൈസ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അങ്ങനെ ഈ കടുകുമണി ഏറ്റവും വലിയ സസ്യമായിട്ട് മണ്ണിൽ നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണായിട്ട് വളരുവാനായിട്ട് തീരും. പിന്നുള്ളതിന്റെ പ്രത്യേകതകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അടുക്കളകളിലൊക്കെയും എണ്ണയ്ക്കകത്തേക്ക് ചൂടായ എണ്ണയ്ക്കകത്തേക്ക് ഈ കടുകുമണി എടുത്തിട്ട് കഴിഞ്ഞാൽ അത് പൊട്ടുവാൻ തക്കവണ്ണ തീരും, ഒരു ശബ്ദം പുറപ്പെടുവിക്കുവാൻ തീരും. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ കടുകുമണിക്ക് ചലിപ്പിക്കുവാൻ പൊട്ടിത്തെറിക്കുവാനുള്ള ശക്തി തീയിൽ നിന്ന് എണ്ണയിൽ നിന്നൊക്കെയും ലഭിക്കുവാൻ തീരുന്നത് പോലെ ദൈവവചനം തീയെ കാണിക്കുമ്പോൾ, എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുമ്പോൾ, ദൈവവചനത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്നെ ജീവിപ്പിക്കുന്നതാക്കി തീർക്കും, നിന്നെ ചലിപ്പിക്കുന്നതാക്കി തീർക്കും, നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്നതാക്കി തീർക്കും. ഇന്ന് പകൽക്കാലം ആ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ദൈവമേ ഹല്ലേലൂയ, ഒരു യോഗ്യതയില്ലാത്ത എന്നെ അങ്ങനെ ദൈവത്തിന്റെ വചനത്താൽ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്നെ ഒന്ന് നിറച്ച് അങ്ങേക്ക് പ്രയോജനമുള്ള ഒരു മാലിന്യ പാത്രമായി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതുകൊണ്ടല്ലേ ഈ ലോകത്തിലെ ചൂട് ഏറ്റാലൊന്നും ഇതിനെ നശിപ്പിക്കുവാൻ സാധ്യമല്ല. ആമേൻ. ഒരിക്കൽ നമുക്കറിയാം, ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ പിടിച്ച് വലിയ ചെമ്പ് പാത്രത്തിൽ എണ്ണ തിളപ്പിച്ച് കൊല്ലുവാൻ വേണ്ടി ഇവനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയുമെന്നുള്ള പദ്ധതിയോടുകൂടി ആ തിളച്ച എണ്ണയിലേക്ക് എടുത്തിടുവാൻ തക്കവണ്ണം തീർന്നു. ആമേൻ. തിളച്ച എണ്ണയിലേക്ക് വീണ
യോഹന്നാനെ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. ആ എണ്ണയ്ക്ക് അവനെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവനിൽ വ്യാപരിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, പ്രൈസ് ദി ലോർഡ്, എണ്ണയ്ക്കകത്ത് നീന്തി കുളിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവശക്തി അവൻ പ്രാപിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനമുണ്ടല്ലോ, ദൈവശക്തിയുണ്ടല്ലോ, അഭിഷേകത്തിന്റെ ശക്തിയുണ്ടല്ലോ. ഇതൊക്കെയോ പ്രൈസ് ദി ലോർഡ് നിന്നെ തകർക്കുമെന്ന് പറയുന്ന, നിന്നെ നശിപ്പിക്കുമെന്ന് പറയുന്ന സകല ശക്തികൾക്ക് നടുവിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ശക്തിയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആ എണ്ണയ്ക്ക് നടുവിൽ നീന്തി കുളിച്ചവനെ പോലെ അതിനെ തകർക്കാൻ കഴിയത്തില്ലെന്ന് ഡൊമീഷ്യന് മനസ്സിലാക്കിയപ്പോഴാണ് പ്രൈസ് ദി ലോർഡ് അവരെ പത്മോസിലേക്ക് നാടുകടത്ത് വഴിയാക്കി തീർത്തത്. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ദൈവം നിനക്ക് തന്നിരിക്കുന്ന ആയുസ്സിനെ നശിപ്പിക്കുവാൻ, നിന്റെ ഭാവിയെ നശിപ്പിക്കുവാൻ ഒരു ശത്രു, എത്ര വലിയ ശത്രുക്കൾ ശ്രമിച്ചാലും അത് നടക്കത്തില്ലെന്ന് നാം വിശ്വസിക്കുകയും തീരണം. പ്രൈസ് ദി ലോർഡ്. നിന്നെ നശിപ്പിക്കുമെന്നും നിന്റെ കുടുംബത്തെ തകർക്കുമെന്നും നിന്നെ വെല്ലുവിളിക്കുന്ന സകല ശത്രുവിന്റെ തന്ത്രങ്ങളെയും പല പിശാചിന്റെ വെല്ലുവിളികളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ജയിച്ച് മുന്നേറുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിന്റെ ചൂടേറ്റാൽ, ലോകത്തിന്റെ വെയിലോ അല്ല മറ്റുള്ളതൊന്നും തട്ടിയാൽ പ്രൈസ് ദി ലോർഡ് നാം പാടിപ്പോകത്തില്ലെന്ന്, ഹല്ലേലൂയ, നാം ക്ഷീണിച്ചു പോകത്തില്ലെന്ന്. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പിന്നെ പാടുന്നത്, മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. കരുതും നീനക്കാവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുക. ഓ കരുതും നീനക്കാവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുക. അരളേലും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. പ്രൈസ് ദി ലോർഡ്. ഈ പാട്ട് നമുക്കറിയാം. മുട്ടം ഗീവർഗീസ് എന്ന ദൈവദാസൻ തന്റെ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ അവസ്ഥയിൽ അല്ലെ കുഞ്ഞുങ്ങൾക്ക് പ്രൈസ് ദി ലോർഡ് അല്ലെ അദ്ദേഹത്തിന്റെ വൈഫിന് കുഞ്ഞുങ്ങളെ ദൈവം നൽകിക്കൊടുത്തപ്പോൾ 14 ദിവസത്തോളം മുലയൂട്ടുവാൻ മുലപ്പാൽ പോലും ലഭിക്കാതെ കുഞ്ഞുങ്ങൾ കടന്ന് കല്ലി കരഞ്ഞ് നിലവിളിച്ചപ്പോൾ പ്രൈസ് ദി ലോർഡ് നിലവിളികളുടെ ശബ്ദവും ഇപ്പോൾ മരിക്കുമെന്നുള്ള നിലവിളികളും ഒക്കെയും ആ ഭവനത്തിൽ ഉയരാമായിരുന്ന സാഹചര്യത്തിന്മേൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആ ദൈവദാസന്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് ഇപ്രകാരം ആശ്വസിപ്പിച്ചുകൊണ്ട് പാടിയത്, കരുതും നിനക്കവൻ വേണ്ടതെല്ലാം. പ്രൈസ് ദി ലോർഡ്. തളരാതെ യാത്ര തുടർന്നിടുവാൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വിളിച്ച ദൈവം വിശ്വസ്തനാ. ഈ മരുഭൂമിയിൽ നിന്നെ തകർക്കുന്ന ദൈവമല്ല, നിന്നെ ഉടച്ചു കളയുന്ന ദൈവമല്ല, കരുതുന്ന ദൈവമാവൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് അല്ലെ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ, തളർന്നിരിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുവാനുള്ളത്, നിന്നെ ബലപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനം, നിന്നെ ശക്തിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനം, നിന്നെ ആത്മാവിൽ പുതുക്കുന്നത് ഈ ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ക്ഷീണങ്ങൾ, ഭാരങ്ങൾ, രോഗം വരുമ്പോൾ നീ പാടണം. പ്രൈസ് ദി ലോർഡ് ഈ മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ എനിക്കുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുതും നിനക്കവൻ വേണ്ടതെല്ലാം. ഓ തളരാതെ യാത്ര തുടർന്നിടുവാൻ ഏലിയാവിനെ ബലപ്പെടുത്തിയ ദൈവം, ഏലിയാവിനെ ശക്തീകരിച്ച ദൈവം നിനക്കിനിയും ഓടുവാനുണ്ട്, നിനക്കിനിയും മുന്നേറുവാനുണ്ട്. നീ ക്ഷീണിച്ചിവിടെ കിടക്കുവാനുള്ളതല്ല, നിനക്ക് അനേക ശുശ്രൂഷകൾ ചെയ്യുവാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബലപ്പെടുത്തിയ ദൈവത്തിന്റെ ആത്മാവിനെ പോലെ ഇന്ന് പകൽക്കാലം ചിലരെയൊക്കെ ദൈവം ശക്തീകരിക്കുക, ചിലരെ ദൈവം തൊടുകയാ, ദൈവത്തിന്റെ ആത്മാവ് ചിലരെ ബലപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നീ തകരുമെന്ന് തോന്നുന്ന നിമിഷത്തിന്മേൽ, നീ വാടിപ്പോകുമെന്ന് തോന്നുന്ന നിമിഷത്തിന്മേൽ, നീ ഉടഞ്ഞു പോകുമെന്ന് തോന്നുന്ന നിമിഷത്തിന്മേൽ നിന്നെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് പകൽക്കാലം വ്യാപരിക്കുകയാ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ.
Rabana Haduragana Shandana. Oh Jesus, hallelujah, hallelujah. Praise the Lord. Praise the Lord. വേറെ ചില പ്രത്യേകതകൾ ഈ കടുകിന്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മൾ ഓയിലിൽ ഏത് കൂട്ടാൻ ഉണ്ടാക്കിയാലും കടുക് വറക്കാത്ത കൂട്ടാൻ വളരെ കുറവാണ്. പ്രൈസ് ഗോഡ്. കടുക് നമ്മുടെ കൂട്ടാനെയൊക്കെ ടേസ്റ്റ് വരുത്തുവാനിടയെ തീരും. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ തളർത്തുന്നതായിരിക്കരുത്, ഒരിക്കലും മറ്റുള്ളവരെ ക്ഷീണിപ്പിക്കുന്നതായി തീരരുത്. പിന്നെന്ത് ചെയ്യണമെന്നറിയാമോ? നാം ഒറ്റ വാക്കേ പറഞ്ഞുള്ളെങ്കിലും അത് മറ്റുള്ളവന് ബലമായി തീരണം, മറ്റുള്ളവന് സൗഖ്യമായി തീരണം. അല്ലെ ഏത് രോഗത്തിന് നടുവിലൂടെ കടന്നുപോയാലും അല്ലെ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരുവൻ പറയണം, ഹല്ലേലൂയ. എത്ര വലിയ തീച്ചൂളകൾ കടന്നു വന്നാലും, എത്ര വലിയ രോഗത്തിന് നടുവിൽ കടന്നു പോയാലും വിടുവിക്കുവാൻ ശക്തനായവൻ എന്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം ഇന്ന് പകൽക്കാലം നിങ്ങളിന്മേൽ ദൈവം അയക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വിശ്വാസമൊക്കെ അവിടെയാ വെളിപ്പെടുന്നത്. രോഗത്തിന് നടുവിൽ കിടക്കയിലായിരിക്കുമ്പോൾ ഞാൻ പ്രാപിച്ച വിശ്വാസം എന്താണെന്ന് വെളിപ്പെടുന്നപ്പോഴാ. കഷ്ടതയുടെ നടുവിൽ, ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്ക് നടുവിൽ ഞാൻ എന്ത് വിശ്വാസമാണ് പ്രാപിച്ചതെന്ന് വെളിപ്പെടുവാനേ തീരും. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും, മറ്റുള്ളവരെ തകർക്കുന്നത്, മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നത്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന അവസ്ഥകളല്ല. പിന്നെയോ കടുകിന് മറ്റുള്ളതിനെ ടേസ്റ്റ് വരുത്തുവാൻ കഴിയുന്നത് പോലെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കണം, മറ്റുള്ളവരുടെ വിടുതലിന് കാരണമായി തീരണം, മറ്റുള്ളവരുടെ സൗഖ്യത്തിന് കാരണമായി തീരണം, കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി തീരണം, സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീരണം, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവമേ എന്നെ ഉപയോഗിക്കണം പറയാൻ വേണ്ടി തീരണം, എന്നെ ടേസ്റ്റ് ഉള്ളതാക്കി തീർക്കണം എന്ന് പറയാൻ വേണ്ടി തീരണം. വേറൊരു പ്രത്യേകത നമ്മുടെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ, ഈ കടുകുമണി ഹല്ലേലൂയ വളരെ ചെറിയതായതുകൊണ്ട് ഇത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ കൈവെള്ളയിൽ എടുത്തു വെച്ചാൽ പോലും കൈവെള്ളയ്ക്കകത്ത് നിന്ന് അത് ചോർന്ന വിരലുകൾക്കിടയിൽ നിന്ന് ചോർന്നു പോകുന്ന അവസ്ഥ. ഇതെന്താ കാണിക്കുന്നത്? കടുകുമണി വളരെ തീരെ ചെറിയതാണെങ്കിലും, ഇത്രയൊക്കെ സവിശേഷതകൾ ഉണ്ടെങ്കിലും ഇത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വിശ്വാസം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 32-ാം വാക്യത്തിലേക്ക് ഒന്ന് വായിക്കണേ തീരാ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 32-ാം വാക്യം. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. നമുക്കറിയാം ഇത് ആരോടാ പറയുന്നത്? യേശുവിനോട് കൂടെ നടക്കുന്ന യേശുവിന്റെ അപ്പോസ്തലന്മാരിൽ 12 ശിഷ്യന്മാരിൽ ഒരുവൻ ശിമോൻ പത്രോസിനോട് കർത്താവ് പറയുകയാ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഇന്ന് പകൽക്കാലം ഒരു കാര്യം മനസ്സിലായിക്കണം. എത്ര വലിയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവനെ തകർത്തക്കവണ്ണമുള്ള ഗോതമ്പിനെ പാറ്റിക്കളയത്തക്കണം, അങ്ങനെ പാറ്റുന്ന പോലുള്ള അവസ്ഥയിൽ ഹല്ലേലൂയ കൊണ്ടുവരുവാൻ ശത്രുവാകുന്നവൻ ദൈവത്തോട് പലപ്പോഴും നമ്മളെ കുറിച്ച് കൽപ്പന ചോദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം മനസ്സിലായിക്കണം. ദൈവം നമ്മളുടെ വിശ്വാസം പോയി പോകാതിരിക്കാൻ
പ്രൈസ് ദി ലോർഡ്. ദൈവം ഇടപെട്ടത് കൊണ്ട്, ദൈവം നിർത്തിയത് കൊണ്ട് ഇന്നും ഈ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ഇടയായിത്തീരുന്നത്. അനേക വിഷയങ്ങൾ കണ്ടപ്പോഴും, അനേക ആത്മീയ വിഷയങ്ങൾക്കാக അഭിമുഖീകരിക്കുവാൻ ഇടയായിത്തീർന്നപ്പോഴും ഈ വിശ്വാസം നഷ്ടപ്പെടുത്തുവാൻ ഇടയായിത്തീരാഞ്ഞത് പ്രൈസ് ദി ലോർഡ് ദൈവം നമുക്ക് വേണ്ടി ഹല്ലേലൂയ അപേക്ഷിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി അപേക്ഷിച്ചത് കൊണ്ട്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ, ഹല്ലേലൂയ, നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ ഇടയായിത്തീരണം. നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. കടുകുമണി ചെറുതെങ്കിലും അത് നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ളതുപോലെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അതിന്റെ നടുവിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഇടയായിത്തീരണം. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഇവിടെ പത്രോസിനോട് പറയുന്നത്, ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ആമേൻ. പക്ഷെ കർത്താവ് ചെയ്തെന്താ അറിയാമോ? ഞാനോ നിന്റെ വിശ്വാസം പൊയ്പാകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഒരുവൻ, ആമേൻ, പലപ്പോഴും അപേക്ഷിച്ചത് കൊണ്ട് ഇന്ന് ഈ വിശ്വാസം നിലനിൽക്കുന്ന ബോധ്യം ദൈവമക്കൾക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ എന്റെ മിടുക്കോ, എന്റെ വിദ്യാഭ്യാസമോ, എന്റെ ബാങ്ക് ബാലൻസോ, എന്റെ സാമർഥ്യമോ, എന്റെ ഒന്നുമല്ല ഹല്ലേലൂയ എന്നെ ദൈവം നിർത്തിയതെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഒരിക്കലും ഉയരുവാനിടയായിത്തീരാതെ, ദൈവമേ അങ്ങനെക്ക് വേണ്ടി മധ്യസ്ഥനായിട്ട് ഒരു മഹാപുരോഹിതനായിട്ട് പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ നിലനിൽക്കുന്ന ബോധ്യം ഇന്ന് പകൽക്കാലം ഉണ്ടായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. പണം വർദ്ധിക്കുമ്പോൾ, അന്തസ്സ് വർദ്ധിക്കുമ്പോൾ, ശ്രേഷ്ഠത വർദ്ധിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ബാങ്ക് ബാലൻസ് വർദ്ധിക്കുമ്പോൾ ദൈവത്തെ തള്ളിക്കളഞ്ഞ് വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം എന്നെ എത്ര ഉയർത്തിയാലും എത്ര താഴ്ത്തിയാലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ ദൈവസന്നിധി ഉറച്ചു ജീവിക്കുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വാസം എപ്രകാരം നമ്മുടെ ജീവിതത്തിലെ ദുഷ്ടമായ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം മാറിപ്പോകണം. വിശ്വാസം വർദ്ധിക്കണം. കുറെ അന്യഭാഷ പറഞ്ഞുകൊണ്ട് വിശ്വാസം വർദ്ധിക്കത്തില്ല. കുറെ സ്വോത്രം പറഞ്ഞുകൊണ്ട് വിശ്വാസം വർദ്ധിക്കത്തില്ല. കുറെ പാട്ടുപാടി എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസം വർദ്ധിക്കത്തില്ല. വിശ്വാസം കേൾവിയാലും ദൈവത്തിന്റെ വചനത്താലും വരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം കേൾക്കുന്നത് പ്രൈസ് ദി ലോർഡ് ഏറ്റെടുത്ത് അതനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ ആ വിശ്വാസം പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ കഴിയുന്നത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പാറസ്ഥലത്ത് വീണ വിത്ത് പോലെ വേരില്ലാതെയാൽ അത് ഉണങ്ങിപ്പോയിടയെത്തിരുന്നത് പോലെ, മുള്ളുകൾക്കിടയിൽ വീണ വിത്തിനെ പോലെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒക്കെയും ആയിത്തീർന്ന് ഒരു നിഷ്ഫലമായ അവസ്ഥയിലായി തീരുവാൻ ഇടയായിത്തീരുകയതല്ല. നമുക്കാലം നല്ല നിലത്ത് വീണ വിത്തിനെ പോലെ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് ദൈവസന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ദൈവമേ എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. എന്റെ അല്പവിശ്വാസമാ ദൈവ പ്രവർത്തികൾക്ക്, ദൈവിക വിടുതലുകൾക്ക്, ദൈവ നന്മകൾക്ക് തടസ്സമായിരിക്കുന്നത് നാം ഇന്ന് പകൽക്കാലം കേൾക്കുവാനിടയായി തീർന്നു. യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന പ്രൈസ് ദി ലോർഡ്, ആ രോഗിയും കൊണ്ട് കടന്നു വന്ന പ്രൈസ് ദി ലോർഡ് പിതാവ് നിരാശപ്പെട്ടവനായിട്ട് അങ്ങോട്ട് മാറിപ്പോകുകയാണ്. എന്നാൽ ആമേൻ, അത് അവരുടെ അല്പവിശ്വാസമായിരുന്നുവെന്ന്, അവിശ്വാസമായിരുന്നു യേശു അവളെ വെളിപ്പെടുത്തിയിട്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശു അവനുള്ള ഭൂതത്തെ പുറത്താക്കി അവളെ സൗഖ്യത്തോടെ അയക്കുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരിക്കലും വിടുതൽ പ്രാപിക്കത്തില്ല, ഒരിക്കലും നന്മ കാണത്തില്ല, വഴികളെ തുറക്കത്തില്ല പറയുന്ന വിഷയങ്ങളുമായി യേശുവിന്റെ അടുക്കിലേക്ക് കടന്നവര് യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലമായി യേശുവിനെ ഇന്നും പകൽക്കാലം നിങ്ങളുടെ മധ്യേ ഉയർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്,
ദൈവമേ, എന്റെ ജീവിതത്തിൽ അവയെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം മാറ്റി വിശ്വാസത്താൽ ആ കടുക പ്രകാരമായിരിക്കുന്നു അതുപോലെ നിറയുന്നൊരവസ്ഥയിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുവരുമാറാകണമേ, ആ അവസ്ഥയിൽ എന്നെ ഒന്ന് നടത്തുമാറാകണമേ എന്ന് ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നഷ്ടപ്പെട്ടു പോകാമാ ആകുന്ന വിശ്വാസം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവമേ, നഷ്ടപ്പെടുത്താതെ അന്ത്യത്തോളം വിശ്വസ്തയോടെ വിശ്വസ്തദാസനെ എന്നുള്ള വിളി കേട്ട് നിത്യതയിൽ ആയിരിക്കുവാൻ എന്നെ ഒരുക്കണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം കേൾപ്പിക്കപ്പെട്ട വാക്കുകൾക്ക് മുമ്പിൽ, വചനങ്ങൾക്ക് മുമ്പിൽ നാം